ഗുഡ് മോർണിംഗ് ഓൾ. ടുഡേ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് എ സീനിയർ നഴ്സിംഗ് ഓഫീസറാണ്. സീനിയർ നഴ്സിംഗ് ഓഫീസർ അല്ലെങ്കിൽ SNO എന്നൊക്കെ പറയത്തില്ലേ, അല്ലെങ്കിൽ ചീഫ് നഴ്സിംഗ് ഓഫീസർ, അവരുടെയൊക്കെ ജോബ് ഡിസ്ക്രിപ്ഷനാണ് പറയുന്നത്. നമുക്കറിയാം ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ജോബ് ടൈറ്റിൽ ഉണ്ടായിരിക്കും, ജോബിൻ്റെ ലൊക്കേഷൻ ഉണ്ടായിരിക്കും, ആ ജോബിനെ കുറിച്ചൊരു ജസ്റ്റ് ജോബ് സമ്മറി ഉണ്ടായിരിക്കും, ആൻഡ് ദ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ പേഴ്സൺ ഇൻ എ ജോബ്. അത്രയായിരിക്കും എന്തുണ്ടാവുക, ഒരു ജോബ് ഡിസ്ക്രിപ്ഷനകത്ത് ഉണ്ടാകും. ഫസ്റ്റ് നമുക്ക് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേസ് വൈറ്റൽ റോൾ ഇൻ ദ മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് നഴ്സിംഗ് സർവീസസ് വിത്ത് ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലുള്ള നഴ്സിംഗ് സർവീസസിൽ മാനേജ്മെൻറ്റിനും അഡ്മിനിസ്ട്രേഷനും വേണ്ടിയിട്ട് ഒരു വൈറ്റൽ റോൾ പ്ലേ ചെയ്യാറുണ്ട്. കൂടുതലും സീനിയർ നഴ്സിംഗ് ഓഫീസർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ നഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്സും സ്മൂത്തായിട്ട് ഫങ്ഷൻ ചെയ്യുന്നതും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും സ്റ്റാഫിനെ തമ്മിൽ കോർഡിനേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ്സ് ഓഫ് കെയർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്ക് എൻവയോൺമെൻറ്റ്. ഈ 4 കാര്യങ്ങളാണ് മെയിനായിട്ടും സീനിയർ നഴ്സിംഗ് ഓഫീസർ നോക്കുന്നത്. സ്മൂത്ത് ആയിട്ടുള്ള ഫങ്ഷനിങ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, ആ ഡിപ്പാർട്ട്മെൻറ്റ്സ് തമ്മിലുള്ളൊരു കോർഡിനേഷൻ, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ്സ് ഓഫ് കെയർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, സേഫ് ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്ക് എൻവയോൺമെൻറ്റ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും ഒരു നഴ്സിംഗ് പേഴ്സണലും തമ്മിലൊരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജായിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ സീനിയർ നഴ്സിംഗ് ഓഫീസറാണ്. ഇനി നഴ്സിംഗ് സൂപ്രണ്ടൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 2 ഗ്രേഡിലാണ് നഴ്സിംഗ് സൂപ്രണ്ടൻ്റ് ഉള്ളത്. ഗ്രേഡ് 1ഉം ഗ്രേഡ് 2 ഉണ്ട്. ഇവരുടെ റോളെന്ന് പറയുമ്പോഴത്തേക്കും ക്ലിനിക്കൽ എക്സ്പെർട്ടൈസ് മാത്രമല്ല, സ്ട്രോങ് ആയിട്ടുള്ള ലീഡർഷിപ്പ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഓർഗനൈസേഷണൽ സ്കിൽസ് ഉണ്ട്. അപ്പോൾ ഇവരെന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് ഒരു ക്ലിനിക്കൽ എക്സ്പെർട്ടൈസ് അല്ലെങ്കിൽ കുറച്ച് നോളജ് ഉണ്ട് അല്ലെങ്കിൽ കുറച്ച് സ്കിൽസ് ഉണ്ട് എന്ന് മാത്രമല്ല, അവർ നല്ല ലീഡർഷിപ്പ് ആയിരിക്കും, സ്ട്രോങ് ആയിട്ടുള്ള ലീഡർഷിപ്പ് ഉണ്ടായിരിക്കും, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അതുപോലെ നല്ല രീതിയിൽ ഓർഗനൈസേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കും, ക്ലിനിക്കൽ സ്കിൽസ് കൂടാതെ. നെക്സ്റ്റ് അവരുടെ ക്വാളിഫിക്കേഷൻ റിക്വയർമെൻ്റ് ആണ്. ജനറൽ എഡ്യൂക്കേഷൻ ഏകദേശം ഒരു 10th to 12th അല്ലെങ്കിൽ അതിൻ്റെ ഇക്വലൻ്റ് പാസ്സായിട്ടുണ്ടായിരിക്കണം. പിന്നെ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് GNM അല്ലെങ്കിൽ BSc നഴ്സിംഗ്, INC അപ്രൂവ്ഡ് ആയിട്ടുള്ള GNM അല്ലെങ്കിൽ BSc നഴ്സിംഗ് എടുത്തിട്ടുണ്ടായിരിക്കണം. പിന്നെ MSc നഴ്സിംഗ് ആണ് കൂടുതലും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും വിചാരിക്കുന്നുണ്ടാവും MSc നഴ്സിംഗ് കഴിഞ്ഞവരായിരിക്കും നഴ്സിംഗ് സൂപ്രണ്ട്, പക്ഷേ ഇപ്പോഴൊക്കെ MSc നഴ്സിംഗ് കഴിഞ്ഞവരാണ് നമ്മൾ നഴ്സിംഗ് സൂപ്രണ്ടായിട്ട് എടുക്കുന്നത്. അപ്പോൾ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും GNM ഓർ BSc നഴ്സിംഗ് ആണ് ഫ്രം റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള INC അപ്രൂവൽ ഉള്ളതാണ്. പിന്നെ MSc പ്രിഫേർഡ് ആണ്, പക്ഷേ ഇപ്പം മോസ്റ്റ് ഓഫ് ദ MSc ആയിട്ടുള്ള ആൾക്കാരാണ് മോസ്റ്റ് ഓഫ് ദ പേഴ്സണലും ഉണ്ടായിരിക്കുക. പിന്നെ രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിൽ അല്ലെങ്കിൽ INC അപ്രൂവ്ഡ് ആയിരിക്കണം. നമ്മൾ കേരളയിലെ ആണെങ്കിൽ കേരള നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി KNMCയുടെ രജിസ്ട്രേഷൻ ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ INC കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. പിന്നെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നഴ്സിംഗ് സൂപ്പർവൈസർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് വേണം. നഴ്സിംഗ് ഓഫീസർ അല്ലേ, അപ്പോൾ നഴ്സിംഗ് സൂപ്പർവൈസർ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് വേണം. നഴ്സിംഗ് സൂപ്പർവൈസർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഹെഡ് നഴ്സ് ഇല്ലേ, അതിനെ വിളിക്കുന്നതാണ് നഴ്സിംഗ് സൂപ്പർവൈസർ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആൻഡ് റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ജനറൽ ആയിട്ടുള്ള ഇപ്പോൾ 10th to 12th വേണം. പ്രൊഫഷണൽ ആയിട്ടുള്ള BSc നഴ്സിംഗ് ഓർ GNM ഫ്രം ദ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, ദാറ്റ് ഈസ് INC. MSc പ്രിഫേർഡ് ആണ്. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ INC അല്ലെങ്കിൽ സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിൽ വേണം. എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സൂപ്പർവൈസറായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് ജോബ് സമ്മറി. ജോബ് സമ്മറി എന്ന് വെച്ചാൽ എന്താ, ഡീറ്റെയിൽ ഒരു കുഞ്ഞായിട്ടുള്ള ഷോർട്ടായിട്ടുള്ള എന്നാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ജോബ്, അതാണ് ജോബ് സമ്മറി എന്ന് പറയുന്നത്. പിന്നെ അവിടെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. റെസ്പോൺസിബിൾ ഫോർ ദ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഓൾസോ ദ സൂപ്പർവിഷൻ ഓഫ് ദ നഴ്സിംഗ് സർവീസസ് ആൻഡ് പേഷ്യൻ്റ് കെയർ. നഴ്സിംഗ് സർവീസസും അതുപോലെ തന്നെ പേഷ്യൻ്റ് കെയറും. നഴ്സിംഗ് സർവീസസ് എന്തൊക്കെ ഉണ്ടാകാം, കുറേ സർവീസസ് ഉണ്ടാകാം അല്ലേ. അപ്പോൾ അങ്ങനത്തെ നഴ്സിംഗ് സർവീസസും പേഷ്യൻ്റ് കെയറിനെയും കാര്യങ്ങൾ സൂപ്പർവൈസ് ചെയ്യിക്കും. അഡ്മിനിസ്ട്രേറ്ററിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു നഴ്സിംഗ് സൂപ്രണ്ടൻ്റിനായിരിക്കും, നഴ്സിംഗ് ഓഫീസറിനായിരിക്കും. അതുപോലെ തന്നെ അക്കൗണ്ടബിൾ ഫോർ ദ സേഫ് ആൻഡ് എഫിഷ്യൻറ്റ് റണ്ണിങ് ഓഫ് വേരിയസ് നഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻ ദ ഹോസ്പിറ്റൽ. ഓരോ ഹോസ്പിറ്റലിലും ഡിപ്പാർട്ട്മെൻറ്റും സേഫായിട്ട് എഫിഷ്യൻ്റായിട്ട് സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ നഴ്സിംഗ് പേഴ്സണലിന് ഒരു സേഫായിട്ടുള്ള വർക്ക് എൻവയോൺമെൻ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഉള്ള എല്ലാ ഉത്തരവാദിത്വവും ആർക്കാണ്, ഈ ഒരു സീനിയർ നഴ്സിംഗ് ഓഫീസറിനായിരിക്കും. അപ്പോൾ അതാണ് എന്താണ് ജോബ് സമ്മറി എന്ന് പറയുന്നത്. ഈ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് മെയിനായിട്ടും 3 ഹെഡിങ്സിൽ പറയാം. ജനറൽ ഡ്യൂട്ടീസ് ഉണ്ട് ആൻഡ് റെസ്പോൺസിബിലിറ്റി, സൂപ്പർവൈസറി ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, ആഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഫസ്റ്റ് നമുക്ക് ജനറൽ ആയിട്ടുള്ള ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫിലോസഫി, ഒരു ഹോസ്പിറ്റലിൽ ഫിലോസഫി ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ആൻഡ് ദോസ് ടു ദ സ്പെസിഫിക് ടു ദ നഴ്സിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടും ജനറൽ ആയിട്ടുള്ളതും സ്പെസിഫിക് ആയിട്ടുള്ളതും ഫിലോസഫി ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഹോസ്പിറ്റലിൻ്റെ പോളിസീസൊക്കെ നമുക്ക്
ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും ത്രൂ വേരിയസ് നഴ്സിംഗ് യൂണിറ്റ്. അപ്പോൾ നഴ്സിംഗ് ഓഫീസറാണ് എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ഹോസ്പിറ്റൽ പോളിസീസൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽസിൻ്റെ ഫിലോസഫിയും സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ നഴ്സിംഗിൻ്റെ ഫിലോസഫിയൊക്കെ ഇവരാണ് എന്ത് ചെയ്യുന്നത്, ഫോമുലേറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഓരോ നഴ്സിംഗ് പേഴ്സണലിനെയും വാർഡ് അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കണം. കാഷ്വൽ അല്ലെങ്കിൽ ഏൺഡ് ആയിട്ടുള്ള ലീവ് മാനേജ് ചെയ്യേണ്ടത് നഴ്സിംഗ് നമ്മുടെ നഴ്സിംഗ് സൂപ്രണ്ട് ഓഫീസറാണ്. അതുപോലെ തന്നെ വാർഡ് റൗണ്ട്സ് ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും മാനേജസ് ദ നഴ്സസ് അക്കോമഡേഷൻ ആൻഡ് മീൽസ് ത്രൂ ദ ഹൗസ് കീപ്പേഴ്സ്. ഹൗസ് കീപ്പർ ഡിപ്പാർട്ട്മെൻറ്റ് വഴി നഴ്സിങ്ങിൻ്റെ അക്കോമഡേഷനും മീൽസും ഒക്കെ നമ്മൾ എൻഷുർ ചെയ്യണം. അതുപോലെ തന്നെ ഓഫീസ് റെക്കോർഡ്സ് മാനേജ് ചെയ്യാൻ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യണം. രജിസ്റ്റേഴ്സ് ആയിട്ടുള്ള അനക്ഡോട്ടൽ റിപ്പോർട്ട്സും ഇൻസിഡൻറ്റ് റിപ്പോർട്ട്സും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. അനക്ഡോട്ടൽ റിപ്പോർട്ട്സ്, ഇൻസിഡൻറ്റ് റിപ്പോർട്ട്സ്, ഓഫീസ് റിപ്പോർട്ട്സ്, ഇങ്ങനത്തെ റിപ്പോർട്ട്സുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. റിപ്പോർട്ട്സ് ആൻഡ് റെക്കോർഡ്സ്. പിന്നെ അക്കോമഡേഷൻ മീൽസ് ഒക്കെ നോക്കണം. അതുപോലെ തന്നെ നോട്ടിഫൈസ് ദ നഴ്സിംഗ് അഡ്മിനിസ്ട്രേറ്റർ റിഗാർഡിംഗ് ദ എന്തെങ്കിലും സ്പെഷ്യൽ എമർജൻസീസോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡിസാസ്റ്ററോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നഴ്സിംഗ് അഡ്മിനിസ്ട്രേറ്ററിനെ എന്ത് ചെയ്യാൻ നോട്ടിഫൈ ചെയ്യുക. അതപ്പം നമ്മൾ ജനറൽ ഫംഗ്ഷൻസ് കഴിഞ്ഞ് നെക്സ്റ്റ് ആണ് സൂപ്പർവൈസറി ഫംഗ്ഷൻ. ജനറൽ ഫംഗ്ഷൻസ് നമ്മൾ ബ്രീഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാർഡിൻ്റെ കാര്യങ്ങൾ നോക്കുക, അതുപോലെ തന്നെ പേഷ്യൻ്റെ കാര്യങ്ങളൊന്ന് എൻഷുർ ചെയ്യുക, അവർക്ക് ആവശ്യത്തിനുള്ള കറക്റ്റുള്ള പോളിസീസും ഫിലോസഫീസൊക്കെ അനുസരിച്ചാണ് പോകുന്നത് നോക്കുക, അതൊക്കെ ഫോമുലേറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ ലീവിൻ്റെ കാര്യങ്ങളും ഇൻസിഡൻസിൻ്റെ കാര്യങ്ങളൊക്കെ, പിന്നെ കുറച്ച് റെക്കോർഡ്സുകൾ ഓഫീസിൻ്റെ അനക്ഡോട്ടലായിട്ടുള്ള ഇൻസിഡൻറ്റ് റിപ്പോർട്ട്സുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. സൂപ്പർവൈസറി ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും എഫിഷ്യൻ്റ് ആയിട്ടുള്ള നഴ്സിംഗ് ഫംഗ്ഷൻസ് ആണോ നടക്കുന്നത് എന്ന് നമ്മൾ നോക്കുക. ഹോസ്പിറ്റൽ എൻവയോൺമെൻറ്റ് ക്ലീൻ ആയിരിക്കണം, സാനിറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഒക്കെ ആയിട്ട് നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ടുള്ള ക്ലീൻ ആണോ നോക്കുക, എഫിഷ്യൻ്റ് ആയിട്ടുള്ള നഴ്സിംഗ് സർവീസ് ആണോ നോക്കുക. ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ഒരു മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ ഇൻസിഡൻറ്റൽ ടീച്ചിങ് ടു മെയിൻറ്റെയിൻ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് പേഷ്യൻ്റ് കെയർ. എന്താണ് ഇൻസിഡൻറ്റൽ ടീച്ചിങ്? എന്തെങ്കിലും ഒരു ഇൻസിഡൻസ് ഉണ്ടായി, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ നഴ്സിംഗ് കെയർ ഒന്ന് അല്ലെങ്കിൽ നഴ്സിംഗ് സർവീസ് ഒന്ന് സൂപ്പർവൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ്സ് ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോരായ്മ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹൈ സ്റ്റാൻഡേർഡ്സ് ഓഫ് പേഷ്യൻ്റ് കെയർ, അതിൻ്റെ കറക്ഷൻ നമ്മൾ പറഞ്ഞു കൊടുക്കുക. നെക്സ്റ്റ് പീരിയോഡിക് ആയിട്ടുള്ള ഓറിയൻറ്റേഷൻ പ്രോഗ്രാംസും ന്യൂ സ്റ്റാഫ്സിനെയൊക്കെ അറേഞ്ച് ചെയ്യുക. പുതിയ സ്റ്റാഫ്സ് വരുന്ന സമയത്ത് പീരിയോഡിക് ആയിട്ടുള്ള ഓറിയൻറ്റേഷൻ പ്രോഗ്രാംസ്, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞില്ലേ എന്താണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, അതുപോലെ ഈ സ്റ്റാഫിങ്ങിൻ്റെ കുറച്ച് സ്റ്റെപ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് വരുന്നതാണല്ലോ ആദ്യം ഇൻഡക്ഷൻ ആൻഡ് ഓറിയൻറ്റേഷൻ. അപ്പോൾ അങ്ങനത്തെ ഓറിയൻറ്റേഷൻ പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ ഈ സീനിയർ നഴ്സിംഗ് ഓഫീസർ ആയിരിക്കും. നെക്സ്റ്റ് നഴ്സിംഗ് പേഴ്സണൽ നല്ല ആക്റ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും അവർക്ക് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസും പ്രൊഫഷണൽ അസോസിയേഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഗുഡായിട്ടുള്ള ഹെൽത്ത് ഹാബിറ്റ്സ് സ്റ്റാഫ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇതാക്കുക. പിന്നെ സ്റ്റാഫ്സും അതുപോലെ തന്നെ നമ്മുടെ നഴ്സിംഗ് സ്റ്റാഫ്സും ബാക്കിയുള്ള സ്റ്റാഫ്സും തമ്മിലൊരു ഡിസിപ്ലിൻ ഉണ്ടാക്കുക. ഇനി എന്തെങ്കിലും ഡിസിപ്ലിന് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഹയർ അതോറിറ്റിയെ അറിയിക്കുക. പിന്നെ നഴ്സിംഗ് റൗണ്ട്സ് അല്ലെങ്കിൽ റെഗുലർ ആയിട്ടുള്ള റൗണ്ട്സ് വാർഡിൽ നടക്കുക. അപ്പം സൂപ്പർവൈസറി ഫംഗ്ഷൻസ് നമ്മളത് ബ്രീഫായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡ്യൂട്ടീസ് എന്ന് പറയുമ്പോഴത്തേക്കും വാർഡ് റൗണ്ട്സിൽ പങ്കെടുക്കുക. പിന്നെ നഴ്സിംഗ് സർവീസസ് ഹൈ ക്വാളിറ്റി തന്നെയാണ് ഡെലിവർ ആകുന്നത്. പിന്നെ ക്ലീൻനെസ് ഓഫ് ദ വാർഡ്, പിന്നെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുക. പിന്നെ എന്താണ് നല്ലൊരു എഡ്യൂക്കേഷൻ ഇൻസിഡൻ്റൽ ടീച്ചിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ പ്രൊഫഷണൽ അസോസിയേഷനും എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസും ഒക്കെ ആയിട്ട് നഴ്സിംഗ് പേഴ്സണൽ എപ്പോഴും എന്താണ് എൻഗേജ്ഡ് ആയിരിക്കണം. പിന്നെ സ്റ്റാഫിൻ്റെ അടുത്ത് ഗുഡായിട്ടുള്ള ഹെൽത്ത് ഹാബിറ്റ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും ഡിസിപ്ലിൻ്റെ കാര്യങ്ങൾ, പിന്നെ വാർഡ് റൗണ്ട്സിൻ്റെ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസ്, ജനറൽ ഡ്യൂട്ടീസ് പറഞ്ഞു, പിന്നെന്താണ് സൂപ്പർവൈസറി ഫംഗ്ഷൻസ് പറഞ്ഞു, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസ്. അതെന്തൊക്കെയാണ്? റെക്കോർഡ്സ്, അറ്റൻഡൻസ്, അസൈൻമെൻറ്റ്സ് ഓഫ് ഡ്യൂട്ടീസ് ആൻഡ് കോൺഫിഡൻഷ്യൽ നോട്ട്സ് ആൻഡ് റിപ്പോർട്ട്സ്, ഇത്രയും മെയിൻറ്റെയിൻ ചെയ്യുക. അറ്റൻഡൻസിൻ്റെ കാര്യം, അസൈൻമെൻറ്റ്സ് ഓഫ് ഡ്യൂട്ടീസ്, പിന്നെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള റെക്കോർഡ്സ് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ കറസ്പോണ്ടൻസ്, പിന്നെ ലീവ് ആൻഡ് ഹോളിഡേയ്സ് കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ ഹോസ്പിറ്റൽ സർട്ടിഫിക്കറ്റ്സ് എന്തെങ്കിലും ട്രാൻസ്ക്രിപ്റ്റ് ഒക്കെ എന്തെങ്കിലും ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഈ നഴ്സിംഗ് സൂപ്രണ്ട് ഓഫീസ് സീനിയർ നഴ്സിംഗ് ഓഫീസറാണ് എന്ത് ചെയ്യുന്നത്, ഈ ട്രാൻസ്ക്രിപ്റ്റ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്നത്. ഹോസ്പിറ്റൽ സർട്ടിഫിക്കറ്റ്സ്, അപ്പം നമുക്കിപ്പം സിക്ക് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം അല്ലേ, അപ്പോൾ ആ ഹോസ്പിറ്റൽ സർട്ടിഫിക്കറ്റ്സും അതുപോലെ തന്നെ നമ്മൾ 4th ഇയർ കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് ട്രാൻസ്ക്രിപ്റ്റ് വേണം. അപ്പോൾ ഈ ട്രാൻസ്ക്രിപ്റ്റും ഹോസ്പിറ്റൽ സർട്ടിഫിക്കറ്റ്സും ഒക്കെ ഇഷ്യൂ ചെയ്യുന്നത് ഇവരാണ്. അതുപോലെ തന്നെ കണ്ടംനേഷൻ ഓഫ് അൺസർവീസബിൾ ആയിട്ടുള്ള ആർട്ടിക്കിൾസ്, നമുക്ക് ഉപയോഗശൂന്യമായിട്ടുള്ള ഒട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ആർട്ടിക്കിൾസ് ഒക്കെ ആണെങ്കിൽ കണ്ടംനേറ്റ് ചെയ്യുക, അതായത് അത് നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ്. അതൊക്കെ ഇവരാണ് ചെയ്യുന്നത്. പിന്നെ ലീവ് ആൻഡ് ഹോളിഡേയ്സ് ഒക്കെ പ്ലാൻ ചെയ്യുന്നതും ഒക്കെ ഇവരാണ്. പിന്നെ റെക്കോർഡ്സുകളൊക്കെ മാനേജ് ചെയ്യുക. എന്തൊക്കെ റെക്കോർഡ്സ് വരും? അറ്റൻഡൻസിൻ്റെ റെക്കോർഡ്സ് വരും, പിന്നെ അസൈൻമെൻറ്റ്സ് ഓഫ് ഡ്യൂട്ടീസ്, അതുപോലെ തന്നെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള റെക്കോർഡ്സ്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടും ഉള്ള ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് എ നഴ്സിംഗ് പേഴ്സൺ. നമ്മൾ ടിൽ നൗ വി ഡിസ്കസ് അബൌട്ട് ദ മെയിൻ ഇൻട്രൊഡക്ഷൻ റിഗാർഡിംഗ് ദ ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് നഴ്സിംഗ് സൂപ്രണ്ടിൻ്റെ രണ്ട് ഗ്രേഡുകൾ പറഞ്ഞു, പിന്നെ അവരുടെ ക്വാളിഫിക്കേഷൻ റിക്വയർമെൻറ്റ്സ് പറഞ്ഞു, ജോബ് സമ്മറി പറഞ്ഞു, ജോബ് ഡിസ്ക്രിപ്ഷൻ പറഞ്ഞു. അതാണ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അണ്ടർ 3 ഹെഡിങ്: ജനറൽ, സൂപ്പർവൈസറി ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ്. ജനറൽ എന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് വാർഡിൻ്റെ കാര്യങ്ങളും പോളിസീസൊക്കെ കറക്റ്റായിട്ട് പോകുന്നുണ്ടോ, ക്യാഷ്വൽ ആയിട്ടുള്ള ഏൺഡ് ലീവ്സിൻ്റെ കാര്യങ്ങളും വാർഡിൻ്റെ റൗണ്ട്സ് കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് പറയുന്നത്. സൂപ്പർവൈസറി എന്ന് പറയുമ്പോഴത്തേക്കും നഴ്സിംഗ് സർവീസ് കറക്റ്റായിട്ടാണോ, ടീച്ചിങ് ചെയ്യണം, ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് റെക്കോർഡ്സ് എന്ന് പറയുമ്പോൾ കൂടുതലും റെക്കോർഡ്സും റിപ്പോർട്ട്സും ഒക്കെ ആയിരിക്കും അതിനകത്ത് വരിക. സർട്ടിഫിക്കറ്റ്സ്, ട്രാൻസ്ക്രിപ്റ്റ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. താങ്ക് യു.